കാറിലേക്ക് വിളിച്ചു വരുത്തി കാറിൽ വെച്ചാണ് കൊല നടത്തിയത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷം ജഡം മറവ് ചെയ്യാനായി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒടുക്കം അടഞ്ഞുകിടക്കുന്ന ഈ തിയേറ്ററിന് സമീപത്ത് തമ്പിയുടെ ജഡം എത്തിച്ചു. അങ്ങനെ ഈ കുളത്തിലേക്ക് മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമ്പിക്ക് ജീവനുണ്ട് എന്ന കാര്യം പ്രതികൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സമീപത്ത് കിടന്ന ഒരു കരിങ്കല്ലെടുത്ത് തമ്പിയുടെ തലക്കടിച്ച് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. പല സ്ഥലങ്ങളിലും ജഡം മറവ് ചെയ്യാൻ പ്രതികൾ ശ്രമിച്ചു. ജഡം വീട്ടിൽ സൂക്ഷിച്ചു. തമ്പിയുടെ ജഡം കുഴിച്ചിടാനുള്ള ശ്രമത്തിനിടയിൽ കുടിവെള്ളത്തിന്റെ പൈപ്പ് കണ്ടതിനെ തുടർന്ന് ആ ശ്രമവും ഉപേക്ഷിച്ചു. പിന്നീടാണ് സംഘം ചന്ദ്രാപിന്നിയിലെ മനോജ് തിയേറ്ററിന് പിന്നിലെ ക്ഷേത്രക്കുളം ജഡം മറവ് ചെയ്യാൻ തെരഞ്ഞെടുത്തത്. രണ്ടാം പ്രതി മംഗളാനന്ദനോട് കാറുമായിട്ട് എത്താൻ പറഞ്ഞ് അയാൾ ഒരു റെൻ്റേ കാർ അംബാസിഡർ റെൻ്റേ കാറുമായിട്ട് സ്ഥലത്തെത്തി. പിന്നെ അവൻ അതിൽ കയറ്റി. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോണ വഴിക്ക് കൊന്നു കളയാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും കെട്ടി റെയിൽവേയിൽ കൊണ്ട് വയ്ക്കാനായിരുന്നു. അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കൊടകര ഫ്ലൈ ഓവറിന് മുൻവശം വെച്ച് വണ്ടി നിർത്തി അവനെ കൈയും കാലും ഒക്കെ കെട്ടി ശ്വാസം മുട്ടിച്ചു. അത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടിച്ച് വണ്ടിയിലിട്ട്. തുടർന്ന് ഈ വിവരം പറഞ്ഞ് മറ്റൊന്ന് വിളിച്ചു പറഞ്ഞു. അവൻ തീർന്നിട്ടുണ്ടെന്ന് തോന്നണം എന്ന് വിളിച്ചു പറഞ്ഞു രാജേഷിനോട്. രാജേഷ് കുറേ വണ്ടിക്ക് വന്ന് ഇവർ കോട്ട വഴി ഇരിങ്ങാലക്കുട വഴി മൂന്നുകുടിയ വഴി ഇവിടെ പെരുന്നലെത്തി. ഇവിടെ കൊണ്ടുവന്ന് ഈ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ ബോഡി ആരും കാണാതെ ഒളിക്കാനുള്ള പരിശ്രമം നോക്കി. ആദ്യം മംഗളാനന്ദൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിലുള്ള കോമ്പൗണ്ടിൽ കുഴി കുഴിച്ചു നോക്കി. അപ്പോൾ ആ കുഴി കുഴിച്ചപ്പോൾ അതിൽ വലിയ പൈപ്പ് കാരണം കുഴി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞ് അവർ പ്ലാൻ ചെയ്ത ഈ മനോജ് തിയേറ്ററിന് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരവിടെ കൊണ്ടുവന്ന് തിയേറ്ററിനുള്ളിലെ വിജനമായ സ്ഥലത്ത് ജഡമെത്തിച്ചു. പിന്നീട് മൃതദേഹം കുളത്തിൽ തള്ളാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമ്പിക്ക് ജീവനുണ്ടെന്ന വിവരം പ്രതികൾ തിരിച്ചറിയുന്നത്. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ല് ഉപയോഗിച്ച് പ്രതികൾ തമ്പിയുടെ തലക്കടിച്ച് മരണം ഉറപ്പുവരുത്തി. മുഖം വികൃതമാക്കാനായി കല്ലുകൊണ്ടിടിച്ചു. പിന്നീട് ജഡം കയറുപയോഗിച്ച് കെട്ടി. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതിരിക്കാൻ കത്തി ഉപയോഗിച്ച് വയറ് കീറി. പിന്നീട് കരിങ്കല്ലിൽ കെട്ടി ജഡം കുളത്തിൽ താഴ്ത്തി. മംഗളാനന്ദൻ്റെ വീട്ടിൽ പോയി കയറും കത്തിയെല്ലാം എടുത്തുകൊണ്ടിരുന്നു. മതിലിൻ്റെ മുകളിൽ നിന്ന് ബോഡി പറമ്പിലേക്ക് ഇട്ടതിന് ശേഷം ഇവർ ചാടി ഇറങ്ങി ഒരു വലിയ കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇവൻ്റെ തല വെച്ചിട്ട് തലയിൽ തുണിയിട്ട് മൂടി വലിയ കല്ലുകൊണ്ട് പല പ്രാവശ്യം ഇടിച്ച് ബോഡിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റി ആൾ തിരിച്ചറിയാൻ പാടില്ലാത്ത ഭാഗത്തിന് ബോഡി അടിച്ച് ശേഷം കയറിട്ട് നന്നായിട്ട് വരിഞ്ഞു കെട്ടി. മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ സമീപത്ത് കിടന്ന കല്ലുപയോഗിച്ച് തമ്പിയുടെ മുഖത്ത് പാടുകൾ ഏൽപ്പിച്ചു. മൃതദേഹം തിരിച്ചറിയാതിരിക്കാനുള്ള ശ്രമമായിട്ടായിരുന്നു ഇത്. അതിനുശേഷം വയറ് കീറി ജഡം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി വയറ് കീറി. അതിനുശേഷം കൈകാലുകൾ ബന്ധിച്ചു. അതിനുശേഷമാണ് ഒരു വലിയ കല്ലിൽ കെട്ടി ജഡം ഏകദേശം ആ ഭാഗത്ത് മറവ് ചെയ്തത്. അങ്ങനെ സമീപത്ത് കോഴിയുടെ അവശിഷ്ടങ്ങളും സമീപത്തായി ഒഴുക്കി. ആ മണമുണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് കോഴിയുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതികൾ അങ്ങനെ ചെയ്തതെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ആരുമറിയാതെ പ്രതികൾ ജഡം മറവ് ചെയ്തു. കൊലയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു. പിന്നീട് നടത്തിയ നീക്കങ്ങളാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത്. തമ്പിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പിറ്റേന്ന് രാവിലെ തമ്പിയുടെ സഹോദരന്റെ മൊബൈലിലേക്ക് പ്രതികൾ ഒരു മെസ്സേജ് അയച്ചു. താൻ ചെന്നൈക്ക് പോകുകയാണെന്നായിരുന്നു സന്ദേശം. പിന്നീട് പ്രതികൾ ഫോൺ ഉപേക്ഷിച്ചു. കഴിഞ്ഞ 3 ദിവസമായി തമ്പിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ തമ്പിയുടെ സഹോദരനെ ഫോണിൽ വിളിച്ചതും സംശയം ജനിപ്പിച്ചു. ഒരിക്കലും മെസ്സേജ് അയക്കാത്ത തമ്പിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നതും പ്രതികളുടെ ഫോൺ കോളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലെത്തിച്ചത്. പ്രതികളെ തെളിവെടുപ്പിനായി കുളത്തിന് സമീപത്ത് കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ തടിച്ചുകൂടി പ്രതികളെ കാണാൻ. കൊല നടത്തിയ രീതിയും ജഡം ഉപേക്ഷിച്ച രീതിയും പ്രതികൾ പോലീസിന് വിശദീകരിച്ചു. തൊണ്ടി മുതലും പോലീസ് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെടുത്തു.
എന്താണ് നാഗമാണിക്യം? ആരും ഇതുവരെ നാഗമാണിക്യം കണ്ടിട്ടില്ല. പക്ഷേ നാഗമാണിക്യത്തിന്റെ പേരിൽ ഒട്ടേറെ ജീവനുകൾ നമുക്കിടയിൽ പൊലിഞ്ഞിട്ടുണ്ട്. തൃശൂർ ചന്ദ്രാപിന്നിയിലെ ജ്വല്ലറി ഉടമയായ തമ്പിയാണ് നാഗമാണിക്യത്തിന്റെ ഒടുവിലത്തെ ഇര. വെള്ളിമൂങ്ങിയെയും ഗിരിതലമുരിപ്പാമ്പിനെയും പോലുള്ള അന്ധവിശ്വാസമാണ് നാഗമാണിക്യത്തിന് പിന്നിലും. നാഗമാണിക്യം വീട്ടിലുണ്ടായാൽ ഐശ്വര്യം വർദ്ധിക്കുകയും സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് നാഗമാണിക്യത്തിനായി ലക്ഷങ്ങൾ ചെലവിടാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ആദിവാസികൾക്കിടയിൽ നാഗമാണിക്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളുണ്ട്. അരിമണിയുടെ വലിപ്പം, മഞ്ഞ നിറം, സൂര്യനെ വെല്ലുന്ന ശോഭ, മാണിക്യത്തിന്റെ ഇരുവശത്തും മിന്നുന്ന പ്രകാശകിരണങ്ങൾ, വെള്ളത്തിലിട്ടാൽ ശ്വാസമെടുക്കാനായി ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയരുന്നു തുടങ്ങിയവയാണ് വിശ്വാസങ്ങൾ. കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി തമ്പിയും നാഗമാണിക്യം നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം വാങ്ങിയിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള സംഘർഷമാണ് കൊലപാതകത്തിൽ എത്തിച്ചത്. നാഗമാണിക്യം, റൈസ് പുള്ളർ എന്നൊക്കെ പറഞ്ഞ് ലോകത്ത് എവിടെയില്ലാത്ത, എന്നാൽ ആ പേരും പറഞ്ഞ് ഒരുപാട് ബിസിനസ് നടക്കേണ്ട നാട്ടിൽ ആ പേരിൽ നടത്തിയ ഒരു ബിസിനസ്സിൻ്റെ ധനനഷ്ടത്തിൻ്റെ പരിസമാപ്തിയാണ് ഇങ്ങനെ അവസാനിച്ചത്. ഈ മരിച്ച തമ്പി ഈ ഇടപാടിൽ വലിയതായിട്ട് ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ. അതിന് ഓട്ടക്കാരൻ എന്ന പേരിലാണ് ഇവരെല്ലാം അറിയപ്പെട്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാഗമാണിക്യം വാഗ്ദാനം ചെയ്ത് ചങ്ങനാശ്ശേരി സ്വദേശിയുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഇടുക്കി സ്വദേശികളായ 3 അംഗ സംഘത്തെ ആലപ്പുഴ പോലീസ് പിടികൂടിയിരുന്നു. തവിട്ടുനിറത്തിലുള്ള ടൂത്ത് ബ്രഷ് കഷ്ണം ഉരച്ച് മിനുസപ്പെടുത്തി ലേസർ ഉപയോഗിച്ച് പ്രകാശിപ്പിച്ച് നാഗമാണിക്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. നാഗമാണിക്യവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 2 പോലീസുകാരെ ജില്ലാ പോലീസ് സൂപ്രണ്ട് കഴിഞ്ഞ നവംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. നാഗമാണിക്യം എന്ന വ്യാജേന പേൾമുത്ത് കാണിച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതും കഴിഞ്ഞ നവംബറിൽ. മീൻഗുളിക രാത്രിയിൽ ചെറിയ ലൈറ്റിന്റെ സഹായത്തോടെ പ്രകാശിപ്പിച്ച് അത് നാഗമാണിക്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കബളിപ്പിക്കൽ. തന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ടെന്നും അത് വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നും പ്രചരിപ്പിച്ച് പണം തട്ടിയ പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി ചിന്നപ്പനെ നാഗമാണിക്യം തട്ടിയെടുക്കാനായി ഒരു സംഘം കൊലപ്പെടുത്തിയിരുന്നു. നാഗമാണിക്യം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കട്ടപ്പന സ്വദേശി ബൈജുവിനെ ഒരു സംഘം കൊലപ്പെടുത്തിയത് 2000 നവംബറിൽ. നാഗമാണിക്യത്തിന്റെ പേരിൽ പണം തട്ടിയ അട്ടപ്പാടിയിലെ പൂജാരി സുരേഷിനെ ഒരു സംഘം കൊലപ്പെടുത്തിയത് 10 വർഷങ്ങൾക്ക് മുമ്പ്. എന്തിനാണ് ഒരു സാങ്കല്പിക രത്നത്തിന്റെ പിന്നാലെ പണവും ജീവനും എറിഞ്ഞ് പായുന്നത്? അധ്വാനിക്കാതെ രത്നം വീട്ടിൽ സൂക്ഷിച്ചാൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിക്കുന്നവർ തൃശൂരിലെ ജ്വല്ലറി ഉടമയായ തമ്പിയെ മറക്കരുത്. പ്രതീക്ഷകളുടെ പൂക്കാലമാണ് വിവാഹം. വിവാഹത്തിന്റെ 6ാം നാൾ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ്. മധുവിധു നാളിൽ കൊലക്കത്തിയെടുക്കാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ചത് എന്ത്? വിശദാംശങ്ങൾ ഇടവേളയ്ക്ക് ശേഷം.